ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കേ ഈ എഴുതിയ ആളടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാ തോന്നുന്നത്. ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന നപുംസുകം, അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃതമുള്ള ടീം, അതല്ല ട്രാൻസ്ജെൻഡർ. ഞാൻ നേരത്തെ പറഞ്ഞ LGBT, ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ. അത് കഴിഞ്ഞിട്ട് QIA, ഈ I ഇന്റർസെക്സൽ, അതാണ് ഈ പറയുന്ന ഹുൻസ. അത് ഉസ്താദന്മാരുടെ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് 12-13 സർജറി നടത്തണം. 40 ലക്ഷത്തിൽ ചില്ലാൻ രൂപ ചെലവ് വരും. ഒരു 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം. പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് വുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ. അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും. ഒരിക്കലും 100% ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല. കാരണം പിതാവിന്റെ Y ക്രോമോസോമും മാതാവിന്റെ X ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുക. ഓരോ കോശവും ആണായിരിക്കും. നേരെ മറിച്ച് പിതാവിന്റെ Xും മാതാവിന്റെ Xും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുക. ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും. അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ, സെക്സ് എന്ന് പറയുന്ന ആ സാധനം, നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ്, മൂത്രയിക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ, ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ, അതേപ്രകാരം പെൺകുട്ടി സ്തനം മുറിച്ചിട്ടതുകൊണ്ടോ, ആണ് സിൽക്കനും മറ്റൊക്കെ കുത്തിവെച്ചിട്ട് സ്തനഭാഗം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല, ആണ് പെണ്ണാവൂല. ഈ പരിപാടി പറ്റൂല എന്ന് ഇസ്ലാം പറയണ്. അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു. അയാള് മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും. ഞാൻ അത് കേട്ടെ. സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ അയാൾക്കും ഉണ്ടാവും. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ, ജനിക്കുമ്പോൾ തന്നെ 2 ലിംഗം ഉണ്ടാവും, അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല. ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു എന്താണ് പറയാ, ദ്വാരം മാത്രം ഉണ്ടാവും. ഇതാണ് ഹുൻസ എന്ന് പറയുന്ന സാധനം. അത് ട്രാൻസ്ജെൻഡർ അല്ല, ഹിജഡ എന്ന് പറയുന്ന സാധനമാണ്. അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയാം. ഇത് സാധാരണ ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. അതെങ്ങനെ തീരുമാനിക്കുക? ഫിഖ്ഹിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട്. 2 ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം, അതായിട്ടാണ് അവരെ പരിഗണിക്കുക. മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും. അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക? അതിനും കുറെ മാർഗങ്ങളുണ്ട്. മൂത്രം ഒഴിക്കണത് ഏതിലൂടെയാണ് നോക്കണം. 2ലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ്. മറ്റേത് അപ്പുറത്ത് ഇപ്പൊ ഒരു ഓട്ടുണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ്. അപ്പൊ ആ ഭാഗം അടക്കണം, മറ്റേത് ഉഷാറാവും. അപ്പോ 2ലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും. 2ലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണെന്നുണ്ടെങ്കിലാണ് ഹുൻസൽ മുഷ്കിൽ, സംശയാസ്പൃതമായ ഹുൻസ എന്ന പേരിൽ വരിക. അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം. അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായ്വെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും. അല്ല, ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആള് ആണാന്ന് മനസ്സിലാക്കപ്പെടും. ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കണ അതേ ജീവിതമാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക. അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും. അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത്? അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ്, ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ്. ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പൊ കാലിൽ മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും. നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ച സർജറി നടത്തൂല, അതിന് വേറെ ട്രീറ്റ്മെന്റാണ്. അപ്പൊ ട്രാൻസ്ജെൻഡറിന് വെറും തോന്നലാണ് ഞാൻ ആണാണ് എന്നുള്ളത്. ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് തോന്നുകയാണ് ഞാൻ ആണാണ്. പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് ചിലപ്പോ സൈക്കോളജി നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും, ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും. അല്ല, എന്റെ ഇഷ്ടത്തിന് നടന്നോ ഈ ഞാണായിക്കോന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പെണ്ണാൻ വിചാരിച്ചാൽ എന്താ ചെയ്യാം?
ഇത് മനസ്സിന്റെ തോന്നലല്ലേ? ഒരാണിന് പെണ്ണാകാൻ തോന്നി, അവന്റെ വൃഷ്ണവും അവന്റെ ലിംഗമൊക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്തനൊക്കെ വർദ്ധിപ്പിച്ചു, നിതമ്പൊക്കെ വലുതാക്കി, താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ ഇങ്ങനെ 3 ലിംഗൊന്നുമല്ല ഇപ്പൊ ഈ ടീം പറയണത്. 60 120 ലിംഗം ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് കുറെ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത്. 12 ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാനിലൊരു ചെങ്ങായിയുടെ നായായത്. ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു. ഇപ്പൊ പിന്നെയും മനുഷ്യനാവണത്ര. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓസ്ട്രേലിയയിലൊരു ചങ്ങാതി അന്യഗ്രഹ ജീവിയായി. നാക്ക് ഇങ്ങനെ ഛേദിച്ച് 2ആക്കി, ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ പോലെ ആക്കി, ഈ തലയിൽ 2 കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു, ശരീരമാസകലം ചെതുമ്പൽ വെച്ചു പിടിപ്പിച്ചു, വാല് സർജറി ചെയ്ത് വെച്ചു, പിന്നെ ഒക്കെ ടാറ്റു കുത്തി, പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു. സമ്മേളനം നടത്തി, പത്രസമ്മേളനം നടത്തി പറ എന്നാരും ജോലിക്ക് വിളിക്കണില്ല, എനിക്ക് ഭ്രാന്താന്ന് അവര് പറയണത്. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട, മൂച്ചിപ്പിരാന്ത് എന്ന് പറയണം. ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റുക? അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും. നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസയ്ക്കോ, അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം. ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ, കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ, ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും. അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഹുൻസയാണെങ്കിൽ സാധാരണ മനുഷ്യനാണ്, ഒന്നുകിൽ ആണാണ് പെണ്ണാണ്, നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്കൊരു തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവര് തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളാണ്. തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക? അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നരകത്തിലിടും, അതിന്റെ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും. പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞ് മതം മാറുന്ന ഒരു രീതിയുണ്ട്, അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കും. അപ്പൊ പിന്നെ മസ്അല മാറും. മതം നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫറാണ്, കാഫർ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ്. ട്രാൻസ്ജെൻഡറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ആണായിട്ട് ആൺകുട്ടിയായിട്ട് ജീവിച്ചവർ പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി കുറെ കാലം ഇങ്ങനെ പോയി. ആ പെണ്ണ് മരണപ്പെട്ടാൽ, ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസ്അലയിലാണ്? മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമൊന്നുമല്ലല്ലോ, തൊട്ട ഒന്നും മുറിയൊന്നുമില്ല. ഇതിന്റെ മുന്നേ, മരിക്കണതിന്റെ മുന്നേ ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിന്റെ മസ്അലയായിരിക്കും. പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലോ ആണിന്റെ മസ്അലയായിരിക്കും. നിലവിൽ പൂർണ്ണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല. 2 മാസെങ്ങാനും ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവർ വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിട് പോകും. പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാറിട കൊണ്ട് ചുങ്ങിപ്പോകും. അപ്പൊ അവരാണെന്നെ നടത്തും. കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്തനം ചുങ്ങണത്. അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ്ണ് ഹോർമോൺ കുത്തിവെക്കണം. പൂർണ്ണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസ്അലയാണ്. ഓനെ തൊട്ട ഒതുമറിയില്ല, ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ്. പൂർണ്ണമായി പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസ്അലയാണ്. അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളെപ്പോ തൊട്ട ഒതുമുറിയും. പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാവാനൊന്നും പറ്റൂല. പിന്നെ എങ്ങനെയാണ്? ഒരൗലിയ കറാമത്തോണ്ടാക്കി സങ്കല്പിച്ചോളൂ. ഒരൗലിയ കറാമത്തോണ്ട് ഒരു മയമീനെ നേരെ പാത്തും നോക്കി ഫുള്ളി മാറി. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധനങ്ങളില്ലേ, ഓലെ പെൻഡുലം പോയി തന്നെ ഉള്ളൂ. പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല. നേരാവണ്ണം സെക്സ് പറ്റുമോ? ഇല്ല. ഗർഭാശയുണ്ടോ? ഇല്ല. ഹയല് വരുമോ? ഇല്ല. ഹയതിന്റെ കൃത്യം 14 ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുക, അണ്ടവിസർജന, അതുണ്ടോ? ഇല്ല. പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലുക്കി നടക്കാനുള്ള 2 സാധനം ഉണ്ടാക്കി, അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ? അപ്പൊ പൂർണ്ണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസ്അല, പൂർണ്ണമായി ആണായാൽ ആണിന്റെ മസ്അല. അതിനി എന്നങ്ങോ കുറെ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുകയാണെങ്കിലും അപ്പൊ ഈ മസ്അല വരും. ഈ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. ഒരു 10-500 കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല. പിന്നെന്തിനാ ഈ മസ്അല? ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി, ഭർത്താവ് കല്ലായി. ഇപ്പൊ ഒരു ദമ്പതികൾ, ഒരു ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാമണ്ണം ശിലയായി അങ്ങോട്ട് മാറി. ആ പെണ്ണ് ബായിനായ തലാക്കായി. പിന്നെ അവൾക്ക് വേറെ ആളെ കെട്ട.
ഈ മസലയാണ് ഇവിടെയും വരിക. 100% ഒരാൾ പെണ്ണായി, എന്നാ പിന്നെ പെണ്ണിനെ തൊട്ടാ പോലെ ഒന്നും മുറിയും. അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ്ണ് തന്നെയാണ്. അതല്ലാത്ത കാലത്തോളം അത് ആണെന്നെയാണ്. പിന്നെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. പെണ്ണിനെ പോലെ ഹോർമോണൊക്കെ കുത്തിവെച്ചത് കൊണ്ട് പെണ്ണിന്റെ ശരീരം പോലെ കുറെ ഭാഗത്തൊക്കെ തോന്നുന്നത് കൊണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. പ്രവാചകന്മാരിൽ അള്ളാഹു ഇസ്മത്ത് എന്ന് പറഞ്ഞൊരു പദവി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് അള്ളാഹു ഇസ്മത്ത് എന്നുള്ള പദവി കൊച്ചിലെ തന്നെ അവരിൽ തെറ്റുകളൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരെ സംരക്ഷിച്ച് പോരുന്നു എന്ന് പറയും. അത് പിന്നെ ഈ സാധാരണ ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിൽ പ്രത്യേക ഇതുണ്ടോ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരാള് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ആളുകൾക്ക് വൈമനസ്സുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോ സ്ഥിരമായി കളവ് നടത്തുന്ന ഒരാൾ കളവ് നടത്തല്ലടാന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ തെറ്റിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. കുറച്ചാളുകൾ അള്ളാഹു സ്വർഗത്തിലേക്ക് ഇടുന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ നീതി മാത്രമല്ലേ അത്. പ്രവാചകന്മാരാരും നരകത്ത് പോവില്ലല്ലോ, അത് ഉറപ്പന്നല്ലേ. പ്രവാചകന്മാരാരും നരകത്ത് പോവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷണം കൂടുതലായിരിക്കും. കാരണം കൂടുതൽ നിയമത്തെട്ടിയവർക്ക് കൂടുതൽ പരീക്ഷണം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് വാജിബാവുന്നത്. നമുക്ക് സുന്നത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നന്മ കൽപ്പിച്ചാൽ ആളുകൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. അത് വരരുത് എന്ന് കരുതിയിട്ട് പ്രവാചകന്മാർ ആദ്യമേ തെറ്റിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നതാണ്. പ്രവാചകനാവുമ്പോ തന്നെ അവർ സ്വർഗത്തിലാന്ന് ഉറപ്പാണ്. ഈ തെറ്റിൽ നിന്ന് സംരക്ഷിക്കണം എന്നൊന്നുമില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ദീനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സ്വീകരിച്ച ഏറ്റവും സുതാര്യമായ ഒരു മാർഗം അതാണ്. നമുക്കൊക്കെ അപ്പോ തോന്നിപ്പിക്കാൻ അള്ളാഹ്ക്ക് പറ്റുമായിരുന്നു. എന്താ ചെയ്യേണ്ടത്? അപ്പം തോന്നുക. പക്ഷെ അതോടുകൂടെ നമ്മുടെ മനുഷ്യജീവിതം ഡിസോർഡറാവും. ഇപ്പൊ ഞാൻ ഉസ്താദിനെ കുത്തിക്കൊല്ലാണ്, എന്നോട് എന്തിനെ കൊന്നു വയ്ക്കുമ്പോ അള്ള എന്നെ തോന്നിപ്പിച്ചു പറഞ്ഞാൽ പോരെ. ഞാൻ പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു, എന്തിനാ അത് ചെയ്തു എന്ന് വെച്ചാൽ അള്ള എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു പറഞ്ഞാൽ മതി. അപ്പൊ അത് വരാതിരിക്കാൻ ഈ സബ്ജക്റ്റീവാണ് കാര്യങ്ങൾ എന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ആവണം. അതിന് നമ്മളിൽപ്പെട്ട പ്രവാചകനെ കൊണ്ടുവരിക, നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരിക, അതനുസരിച്ച് പോകുന്നവർക്ക് ഗുണം, അല്ലാത്തവർക്ക് തിന്മ. അപ്പൊ പ്രവാചകന്മാരെ ഇസ്മത്ത് കൊടുക്കുന്നത് കുറെ ആളുകളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ദഅവത്ത് നല്ല രീതിയിൽ നടപ്പിലാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാരെയും അങ്ങ് മാസൂമികളാക്കിയിരുന്നെങ്കിൽ അള്ളാഹുക്ക് അങ്ങനെ തീരുമാനിക്കായിരുന്നു. ഖുർആൻ തന്നെ പറയണ്ടല്ലോ അങ്കബൂത്തിന്റെ അവസാനത്തിലൊക്കെ, സൂറത്ത് യൂനിസിന്റെ 93-ലൊക്കെ, ഓരോ ഷാ റബ്ബുക്കൽ ആമന മംഫിൽ അർളി കുല്ലുഹും ജമിയ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരോടും നന്മയിലാകുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ നന്മയും തിന്മയും വേർതിരിച്ച് പഠിപ്പിച്ച് ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തില് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാ നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ എല്ലാരും നന്മക്കാരാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ലക്ഷ്യമേ അല്ല, അത് അവന്റെ ഹിക്മത്തിനോട് യോജിച്ചതുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംവിധാനിച്ചു? അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. ഒരു അതോറിറ്റി ആണ് എന്ന് അംഗീകരിച്ചാൽ പിന്നെ അതൊക്കെ അംഗീകരിക്കലാണ് വാജിബ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് GST 18% എന്നുള്ളതിൽ ചോദ്യമല്ല, നമ്മൾ അംഗീകരിക്കണം. അല്ലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആളായി നിൽക്കാൻ പാടില്ല. നമ്മൾ ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ 500 ഫൈന്. എന്തിനാ ഫൈന് തരണെന്ന് ചോദിച്ചിട്ടും കാര്യമല്ല. എന്തിനാ 500 ആക്കിയോ 100 ആക്കിയോ പോരായിരുന്നു, അല്ലെങ്കിൽ 1000 ആയിക്കൂടായിരുന്നു? അതിനൊന്നും ഒരു അർത്ഥമല്ല. കാരണം ഈ ഗവൺമെന്റിന് ഒരു അതോറിറ്റിയെ നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ അവര് പറയണത് കേൾക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ജീവിക്കുന്ന മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകളാണ് പ്രധാനം. അത് അറിയാതെ, അത് മനസ്സിലാക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യം. ഒരു വിഭാഗത്തിന് അങ്ങനെ ഇസ്മത്ത് കൊടുത്തിട്ട് അവരെ സ്വർഗത്തിലാക്കുകയും മറ്റുള്ളവർക്ക് നരകം കൊടുക്കുകയും അങ്ങനെ ചെയ്യുമ്പോഴല്ലോ അതാ കുട്ടി അവിടെ തന്നെ പറയണല്ലോ, ഒരു വിഭാഗത്തിന് അങ്ങനെ ഇസ്മത്ത് കൊടുത്തിട്ടില്ല. പ്രവാചകന്മാര് മാത്രമേ ഉള്ളൂ. കോടാനക്കോടെ മനുഷ്യന്മാര് പ്രവാചകന്മാർ എത്ര ശതമാനാണ്? അതെന്തിനു വേണ്ടിയാണ്? ഈ ഒരു ഹിക്മത്തിന് വേണ്ടിയാണ്. പ്രവാചകന്മാർ തെറ്റുകാരായിരുന്നെങ്കിൽ അവരംഗീകരിക്കാൻ ആള് വരൂല. അപ്പൊ അള്ളാഹുവിന്റെ ഈ ശരീഅത്ത് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മാർഗം
ഫലപ്രദമല്ലാതെ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ലോകത്ത് ഇപ്പോൾ തന്നെ ഏകദേശം 800 കോടി ജനങ്ങളുണ്ട്. ഇതുവരെ എത്ര ആൾക്കാർ കഴിഞ്ഞു പോയി? ഇനി എത്ര വരാനുണ്ട്? അവരിൽ എത്ര ശതമാനമാണ് ഇപ്പൊ ഈ പ്രവാചകന്മാര്? അവരിൽ എത്ര ശതമാനം പ്രവാചകന്മാർ? ഇപ്പൊ മലക്കുകളില്ലേ, അവർക്ക് തിന്മയും നന്മ ഒന്നും ഇല്ലല്ലോ, അവരെന്തായാലും വിജയത്തിലല്ലേ. അത് അള്ളാഹുവിന്റെ തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് പ്രവാചകന്മാര് നന്മയിലൂടെ പോയി സ്വർഗത്തിൽ എത്തി എന്നുള്ളതുകൊണ്ട് വേറെ ആൾക്ക് എന്താ നഷ്ടം വരുന്നത്? അത് നോക്കണ്ട നമ്മള്. ഒരാള് പ്രവാചകൻ തിന്മയെ ചെയ്യൂല, പ്രവാചകൻ സ്വർഗത്തിൽ എന്തായാലും എത്തും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അർത്ഥത്തിലുള്ള നഷ്ടം വരാണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? അത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പ്രവാചകന് ഇസ്മത്ത് കൊടുക്കണമെന്നില്ല, പ്രവാചകന്മാരെല്ലാവരും സ്വർഗത്തിലാണ്. അത് അല്ലാഹു തീരുമാനിച്ചത് തന്നെ.